ഞാൻ ആണാണെന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞിരിക്കുമേ. ഇന്ന് രാത്രിയിലെ പലതും ഇവിടെ നടക്കും. എത്രയും പെട്ടെന്ന് അത് നടക്കണം. എടാ, ലക്ഷ്മിയായിട്ടുള്ള ബന്ധം നീ പിരിയണം മോനെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനകൾ വിഫലമാകുന്നു. അതേ കൂട്ടുകാരെ, മഹാലക്ഷ്മിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത്. എന്താണല്ലേ, നമ്മുടെ ദേവി പ്രത്യേകം പറഞ്ഞിരുന്നതാണ്, സൂക്ഷിക്കണം, പല പല കാര്യങ്ങളും മുന്നിൽ വരും, അതൊക്കെ തരണം ചെയ്ത് പോണം എന്ന്. പക്ഷേ ഇത്തവണ നമ്മുടെ പ്രതാപൻ കടുത്ത ശാപമായിട്ട് എടുത്തിരിക്കുകയാണ്, കടുത്ത എന്താ പറയാ തീരുമാനമായിട്ട് എടുത്തിരിക്കുകയാണ്. പ്രതാപൻ നമ്മുടെ മുത്തശ്ശനോടും കരുണയോടും പറയുന്നുണ്ട്, ഞാൻ ആണാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ ഞാൻ ഇന്ന് തീർത്തിരിക്കും, അതിനുള്ള വഴി ഞാൻ ഇന്ന് രാത്രി ഒരുക്കുന്നുണ്ട് അമ്മേ എന്ന് നമ്മുടെ മുത്തശ്ശിയോട് പ്രതാപൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് കരുണ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് കമലേശ്വരത്താണെങ്കിലോ നമ്മുടെ കണ്ണന് മുട്ടം പണി, മൊത്തത്തിലൊരു മഹാലക്ഷ്മിക്ക് മുട്ടം പണി, കണ്ണന് മുട്ടം പണി. കണ്ണന് മുട്ടം പണി വേറൊന്നുമല്ല, കണ്ണൻ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ദുർഗാമ്മ സ്വാധീനം കൂട്ടിയിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, എടാ നീ ഇനി അത് വൈകിപ്പിച്ചുകൂടാ, എന്താണ് നമ്മുടെ മഹാലക്ഷ്മിയുമായിട്ടുള്ള ബന്ധം വേർപിരിയണമെന്ന്, എത്രയും വേഗം വേർപിരിയണം, നീ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആവില്ല, ഇവളുണ്ടാകും നിനക്കൊപ്പം, ഇവളും നീയുമായിട്ടുള്ള കല്യാണം ഞങ്ങൾ ഉടനെ നടത്തും എന്ന് നമ്മുടെ ദുർഗാമ്മ പറയുകയാണ്. അപ്പൊ സ്വാതി ഒരു നാണത്തോടുകൂടി നമ്മുടെ കണ്ണേട്ടനെ നോക്കുന്നൊക്കെയുണ്ട്. കണ്ണനാണെങ്കിലോ പെട്ടല്ലോ, ഇതിനെ ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അഭിനയം അവിടെ പൊളിയാൻ പോവുകയാണോ എന്നും പറയാൻ പറ്റില്ല. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ എന്തായാലും തീർത്തിരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും മഹാലക്ഷ്മിക്ക് ഒരു അപകടം അവിടെ ഉണ്ടാകും. ഇനി മഹാലക്ഷ്മിക്ക് വരാൻ പോകുന്ന അപകടത്തിൽ കുഞ്ഞില്ലാതാകുമോ, എന്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.